ഹലോ ഗൈസ്, ഇന്നൊരു ഹോളിഡേ വ്ളോഗാണെന്ന് ചോദിച്ചാൽ അല്ല, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മണ്ണഞ്ചേരി വരെ കാറിലാണ് പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്ത് ഭാസ്കരീയം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്ത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ മുല്ലപ്പൂ ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ റൈന് പറ്റിയല്ലാത്ത കാരണം അത് ഞാൻ എടുത്തില്ല. പിന്നെ ഭയങ്കര ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. അകത്ത് തന്നെ വെള്ളം, അതിന് ചുറ്റും നിറയെ മണി പ്ലാന്റും അതുപോലത്തെ ചെടികളെല്ലാം വെച്ച് നമ്മൾ കയറി വരുന്നിടം തൊട്ട് എസ്കലേറ്റർ വരെയൊക്കെ മുത്തുക്കുടം എല്ലാം വെച്ചു. മുകളിലാണ് ഓഡിറ്റോറിയം വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. ഞാനത് ഫുള്ളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് ഒരു പരിധി വരെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ. ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗണപതിയൊക്കെ ഇങ്ങനെ തേരിലിരിക്കുന്നത് പോലെ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞാനതെല്ലാം ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ പിന്നെ നമ്മൾ കയറി വന്ന പാടെ ഹൽദിയുടെയൊക്കെ വീഡിയോ ആയിരുന്നു. നമുക്ക് ഫ്രണ്ടിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. അത് കാരണം തന്നെ കുറേയൊക്കെ ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ് ഞാൻ സ്ക്രീനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ താലത്തിനുള്ള ആളുകളെല്ലാം റെഡിയായി. വിളക്കും അഷ്ടമംഗല്യവും താലവും ഒക്കെ ആയിരുന്നു. താലവും നാദസ്വരവുമായിട്ട് ആദ്യം പോയി ചെറുക്കനെ വിളിച്ചുകൊണ്ട് വന്ന് പന്തലിൽ കയറ്റിയിട്ട് പിന്നെ രണ്ടാമത്തെ തവണ പോയി പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് പന്തലിൽ കയറ്റുകയാണ്. അങ്ങനെയാണ് താലം പോയിട്ട് വരിക. എല്ലാ കല്യാണത്തിനൊക്കെ നമ്മൾ ഇത്രയും നേരത്തെയാണ് വന്നിരിക്കുകയെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇത്രയും ദൂരം വരണമായിരുന്നു. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ വരണമായിരുന്നു. പിന്നെ അമ്മയുടെ കസിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നിരിക്കുന്നത്. അങ്ങനെ മേളത്തിൻ്റെയും താലത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടെ ചെറുക്കനും പെണ്ണും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോയി കല്യാണ വീഡിയോ കണ്ടിട്ട് വായോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സദ്യ ഉണ്ടാനായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, ഇച്ചിരി വെറൈറ്റി ആയിരുന്നു. പുളിശ്ശേരിയും പരിപ്പും എല്ലാം സൈഡിലായിരുന്നു വിളമ്പിയിരുന്നത്. പിന്നെ രസവും സാമ്പാറും കൂട്ടിയാണ് കഴിച്ചത്. പിന്നെ 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു, 2 വാങ്ങിച്ചുള്ളൂ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നു. അതും സെയിം കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ